ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഉടലെടുത്തത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമെന്ന് കോൺഗ്രസ്. പുറത്താക്കിയ പഞ്ചായത്ത് അംഗങ്ങൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കില്ല. തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് നൽകിയില്ലെന്നും നേതൃത്വം ഇടപെട്ടാൽ കേൾക്കുമെന്നും അംഗങ്ങൾ. സംസ്ഥാനതലത്തിൽ ചർച്ചയായി മറ്റത്തൂർ പഞ്ചായത്തിലെ അട്ടിമറി. കൈപ്പത്തി ചിഹ്നം താമരയാക്കി മാറ്റാൻ കോൺഗ്രസിന് മനസാക്ഷി കുത്തില്ലെന്ന് മുഖ്യമന്ത്രി. കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയിലേതെന്ന് മുഖ്യമന്ത്രി. മറ്റത്തൂരിൽ ആരും BJPയിൽ പോയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പോകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആഗ്രഹമെന്നും പ്രതിപക്ഷ നേതാവ്. തൃശൂർ പട്ടരായ്ക്കലിൽ മിനി ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രിക മരിച്ചു. മാളവടമയിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. എടമുട്ടം പാലപ്പെട്ടിയിൽ പെട്ടി ഓട്ടോയും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ സഞ്ചാരികളുടെ വൻ തിരക്ക് നിയന്ത്രിക്കാൻ ആകെയുള്ളത് ടൂറിസം വകുപ്പിന്റെ 4 ലൈഫ് ഗാർഡുകൾ മാത്രം. തൃശൂരിൽ ബ്രൌൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേർ പിടി. പുതുവത്സരാഘോഷത്തിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. വിശദാംശങ്ങളിലേക്ക്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഉടലെടുത്തത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമെന്ന് കോൺഗ്രസ് പുറത്താക്കിയ പഞ്ചായത്ത് അംഗങ്ങൾ. തങ്ങളാരും BJPയിൽ ചേർന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് നൽകിയില്ലെന്നും നേതൃത്വം ഇടപെട്ടാൽ കേൾക്കുമെന്നും അംഗങ്ങൾ തൃശൂരിൽ പറഞ്ഞു. കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ മുൻ DCC സെക്രട്ടറി TM ചന്ദ്രൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, വൈസ് പ്രസിഡന്റ് നൂർജഹാൻ, പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ, ഒപ്പം വെള്ളിക്കുളങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ പ്രവീൺ M. കുമാർ എന്നിവരാണ് മറ്റത്തൂരിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കാൻ തൃശൂരിൽ വാർത്താ സമ്മേളനം നടത്തിയത്. മറ്റത്തൂരിൽ ആദ്യം കുതിരക്കച്ചവടം നടത്തിയത് CPM ആണ്. പതിറ്റാണ്ടുകളായുള്ള പഞ്ചായത്തിലെ CPMന്റെ അഴിമതി മറയ്ക്കാനാണ് തങ്ങൾക്ക് വിപ്പ് നൽകേണ്ട പാർലമെന്ററി പാർട്ടി നേതാവായ KR ഔസേപ്പിനെ വിലക്കെടുത്തത്. ഈ സാഹചര്യത്തിലാണ് സ്വതന്ത്രയായ ടെസിയെ പ്രസിഡന്റായി മത്സരിപ്പിച്ചത്. അതിൽ BJP പിന്തുണയ്ക്കുന്നത് തങ്ങൾക്കറിയില്ലായിരുന്നുവെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം. 50% സാധ്യത CPMന് നിലനിൽക്കുന്ന സമയത്ത് ആ സാധ്യത പോലും ഇല്ലാതാക്കി കോൺഗ്രസിന്റെ ഒരു മെമ്പറെ വിലക്കെടുക്കാൻ CPMനെ പ്രേരിപ്പിച്ചത് അവരുടെ കഴിഞ്ഞ 10-20 വർഷക്കാലത്തിലേറെയായുള്ള പഞ്ചായത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ മൂടി വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അവിടെ CPMനോടുള്ള വിരോധം കൊണ്ടാവാം BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഔസേപ്പിനും തങ്ങൾക്കുമെതിരെ പാർട്ടി നടപടിയെടുത്തത് അറിയില്ല. തിരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് നൽകിയിട്ടില്ല. വിപ്പ് നൽകേണ്ടത് മണ്ഡലം കമ്മിറ്റി അല്ല, ജില്ലാ പ്രസിഡന്റാണ് വിപ്പ് നൽകുന്നത്. പച്ച നുണയാണ് അദ്ദേഹം പറഞ്ഞത്, പച്ച നുണയാണ്. കാരണം അങ്ങനെ ഒരു വിപ്പേ നൽകിയിട്ടില്ല. പാർട്ടി തങ്ങളെ കേൾക്കാതെയാണ് നടപടി സ്വീകരിച്ചത്. മത്സരിച്ചതിന് ശേഷം നേരെ ഉടന്നു പോകുന്നത് DCC ഓഫീസിലേക്കാണ്. ഞങ്ങളോട് പാർട്ടി നേതൃത്വം ഒരാളോടും രാജിവെക്കണമെന്നോ മറ്റെന്തെങ്കിലും ചെയ്യണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല. KPCC ഇടപെട്ട് ശരിയായ നടപടി സ്വീകരിച്ചാൽ പാർട്ടി പറയുന്നത് കേൾക്കുമെന്നും അംഗങ്ങൾ വ്യക്തമാക്കി. BJP ഒരിക്കലും പോവില്ല. ഞങ്ങളുടെ പാർട്ടിയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. ഞങ്ങളുടെ പാർട്ടി എന്താണ് ഞങ്ങളോട് പറയുന്നത് അത് കേൾക്കും, അത് ഞങ്ങൾ കേൾക്കും. BJPയിൽ ചേർന്നില്ലെന്നും ചേരില്ലെന്നും ആവർത്തിക്കുന്ന അംഗങ്ങൾ പക്ഷേ BJPയുമായി ഉണ്ടാക്കിയ സഖ്യത്തെ തള്ളിപ്പറയാനോ അവരുടെ പിന്തുണയിൽ വിജയിച്ച പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കാനോ തയ്യാറായിട്ടുമില്ല. ഇതോടെ മറ്റത്തൂരിലെ ഓരോ നീക്കവും ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതായി മാറുകയാണ്. TCV തൃശൂർ. മറ്റത്തൂരും ചൊവ്വനൂരും വെട്ടിലായി ജില്ലാ കോൺഗ്രസ് നേതൃത്വം. BJP SDPI കക്ഷികളുമായി ബന്ധമുണ്ടാക്കിയ പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ നടപടി എടുത്തെങ്കിലും പാർട്ടിക്കേറ്റ ആഘാതം വലുതാണ്. ജില്ലയിൽ രാഷ്ട്രീയമായി UDFന്റെ തിരിച്ചുവരവിന് കാഹളമോദിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ തിളക്കമങ്ങുന്ന സംഭവ വികാസങ്ങളാണ് തുടർന്നുണ്ടായത്. കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ ഇടഞ്ഞ മുതിർന്ന കൗൺസിലർ ലാലി ജെയിംസ് സാമ്പത്തിക ആരോപണങ്ങളടക്കം ഉന്നയിച്ചാണ് കോൺഗ്രസിന് മുറിവേൽപ്പിച്ചത്. ലാലിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും തുടർ ചലനങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം.
പഞ്ചായത്ത് അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂരും ചൊവ്വന്നൂരും പാറളവും കോൺഗ്രസിനെ രാഷ്ട്രീയമായി വെട്ടിലാക്കി. മറ്റത്തൂരിൽ 8 കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടത്തോടെ BJP പിന്തുണയോടെ നടത്തിയ നീക്കം DCC നേതൃത്വത്തെ ഞെട്ടിച്ചു. DCC ജനറൽ സെക്രട്ടറിയുടെയും മണ്ഡലം പ്രസിഡന്റിന്റെയും പിന്തുണയോടെയുള്ള BJP ബാന്ധവം അണികളോട് വിശദീകരിക്കാൻ നേതൃത്വം ഏറെ വിയർക്കും. സംഘടനാ തലത്തിൽ നടപടിയെടുത്തെങ്കിലും ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചതിൽ DCC നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് ഉയരുന്ന ആരോപണം. പാറളത്ത് UDF അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് BJPക്ക് അധികാരത്തിലേക്ക് വഴി തുറന്നത്. ചൊവ്വന്നൂരിൽ SDPI പിന്തുണ സ്വീകരിച്ച് പ്രസിഡന്റായ AM നിതീഷ് പാർട്ടി തീരുമാനമനുസരിച്ച് രാജിവെക്കാൻ തയ്യാറായില്ല. 25 വർഷത്തെ LDF കുത്തക അവസാനിപ്പിച്ച് ലഭിച്ച ഭരണം വിട്ടുനൽകാൻ ചൊവ്വന്നൂരിലെ പ്രാദേശിക നേതൃത്വവും ഒരുക്കമല്ല. ഇവിടെയും സംഘടനാ തലത്തിൽ നടപടി സ്വീകരിച്ച് മുഖം രക്ഷിക്കാനാണ് DCC നേതൃത്വത്തിന്റെ ശ്രമം. പാർട്ടി തീരുമാനം ലംഘിച്ച പഞ്ചായത്ത് അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിന് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ടെന്ന് പരിശോധിക്കപ്പെടണം. എന്തായാലും ജില്ലയിലെ സംഭവവികാസങ്ങളിൽ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കടുത്ത അതൃപ്തിയിലാണ്. DCCയിൽ നിന്നും KPCC നേതൃത്വം വിശദീകരണം തേടുമെന്നാണ് സൂചന. TCV ന്യൂസ്, തൃശൂർ. ഒറ്റച്ചാട്ടത്തിന് BJPയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആ ചാട്ടമാണ് തൃശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ കണ്ടത്. 8 കോൺഗ്രസ് അംഗങ്ങൾ മാത്രമേ അവിടെ UDFനുള്ളൂ. മരുന്നിന് പോലും ഒരാളെ ബാക്കി വെക്കാതെ BJP അവരെ അങ്ങെടുത്തു. കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയില്ലാതെ ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്നവരും ഇരുട്ടി വെളുക്കുമ്പോഴേക്കും BJP ആകാൻ മടിക്കില്ല എന്നാണ് ഇവിടെ തെളിയുന്നത്. കൈപ്പത്തി ചിഹ്നം താമരയാക്കി മാറ്റാൻ കോൺഗ്രസുകാർക്ക് മനസാക്ഷി കുത്തില്ല. സ്വയം വിൽക്കാനുള്ള കോൺഗ്രസിന്റെ ഈ സന്നദ്ധതയാണ് BJPയുടെ കേരള വ്യാമോഹങ്ങൾക്ക് വളമിടുന്നതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. മറ്റത്തൂരിൽ ആരും BJPയിലേക്ക് പോയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അങ്ങനെ പോകണമെന്നാണ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്. പാർട്ടി തീരുമാനം 8 പേർ ലംഘിച്ചിട്ടുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. തോറ്റ് തൊപ്പിയിട്ടിരിക്കുമ്പോഴും ഇതുപോലത്തെ പരിഹാസം പറയുന്നതിനാണ് വലിയ താല്പര്യം കാണിക്കുന്നത്. ഈ തോൽവിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതൊന്നും കിട്ടാത്തതുകൊണ്ടാണ് മറ്റത്തൂരിലെ കാര്യം പറയുന്നത്. മറ്റത്തൂരില് 2 വിമതന്മാര് ജയിച്ചിരുന്നു. അതിലൊരു വിമതനെ CPM പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവരെല്ലാവരും ചേർത്തിട്ട് മറ്റേ വിമതനെ ജയിച്ച ആളെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി പിന്തുണ കൊടുത്തു. അത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവർ ചെയ്തത്. അല്ലാതെ അവരാരും BJPയിലൊന്നും പോയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അവർ BJP പോകണമെന്നാണ്. കാരണം BJPയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്നിട്ട് ഈ പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കാൻ വരിക. മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് BJP സഖ്യത്തെ പരിഹസിച്ച് CPM നേതാവ് M സ്വരാജ്. BJP അധികാരത്തിലെത്താൻ കോൺഗ്രസ് ജയിച്ചാലും മതിയെന്ന് സ്വരാജ് ഫേസ്ബുക്ക് കുറിപ്പിൽ പരിഹസിക്കുന്നു. പണ്ട് ഹിന്ദു മഹാസഭയിലും കോൺഗ്രസിലും ഒരേ സമയം അംഗത്വമെടുത്ത് പ്രവർത്തിക്കാമായിരുന്നു. ഇത്തരമൊരു അടിത്തറ ശക്തമായി നിലനിൽക്കുന്നതുകൊണ്ടാവാം എളുപ്പത്തിൽ ലയിക്കാവുന്ന ഘടനയാണ് കോൺഗ്രസിനും BJPക്കും ഇപ്പോഴും ഉള്ളതെന്നും സ്വരാജ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. BJP SDPI കക്ഷികളുമായി കൂട്ടുചേർന്ന ചൊവ്വന്നൂർ മറ്റത്തൂർ പഞ്ചായത്തുകളിലെ കോൺഗ്രസ് അംഗങ്ങളെ അയോഗ്യരാക്കുവാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. DCC ഓഫീസിൽ TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൊവ്വന്നൂരിനെ സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു നടപടിയാണ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി മത്സരിച്ച നിതീഷിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. SDPയുമായി ഒരു കാരണവശാലും ബന്ധം പാടില്ല എന്നുള്ള നിർദ്ദേശം, കർശന നിർദ്ദേശം പാർട്ടിയുടെ പോളിസി എല്ലാം നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ളതാണ്. അതാണ് ലംഘിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ തുടരാൻ സാധിക്കില്ല, രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെയും വൈസ് പ്രസിഡന്റായ മറ്റേ സബേറ്റ വർഗീസിന് 2 പേരും ഇന്നലെ തന്നെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. നടപടി സ്വീകരിച്ചു. മറ്റത്തൂരിലായാലും ഇവിടെ ആയാലും അംഗങ്ങൾക്കെതിരെ അയോഗ്യരാക്കാനുള്ള നിയമ നടപടികൾ പാർട്ടി സ്വീകരിക്കും. മറ്റത്തൂരിൽ അതോടൊപ്പം തന്നെ ഈ 10 അംഗങ്ങളെ 8 പേര് കൈച്ചിഹ്നത്തിൽ മത്സരിച്ചവരും 2 പേര് സ്വതന്ത്രരായി മത്സരിച്ച് അവരെ പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 2 പേരെ തിരിച്ചെടുത്തിരുന്നു. ഇൻ ഇഫക്റ്റ് 10 പേരും പാർട്ടിയിലെ അംഗങ്ങളാണ്. അവരെ 10 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന ശ്രീ TM ചന്ദ്രൻ DCC ജനറൽ സെക്രട്ടറിയും അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ഷാഫിനെയും KPCC ഓൾറെഡി പുറത്താക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങൾ പാർട്ടിയോട് ചെയ്തത് കൊടും ചതിയാണ്. വിഷയത്തിൽ കോൺഗ്രസ് ഉടൻ തന്നെ നടപടി സ്വീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. BJP SDPI കക്ഷികളുമായി ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടും വേണ്ടെന്ന് കർശന നിർദ്ദേശം നൽകിയതാണ്. ഓരോ മണ്ഡലത്തിലും വിപ്പ് നൽകാൻ ചുമതലക്കാരെ ഏൽപ്പിച്ചിരുന്നുവെന്നും ജോസഫ് ടാജറ്റ് വ്യക്തമാക്കി.
മറ്റത്തൂർ പഞ്ചായത്തിൽ LDF-നും UDF-നും എതിരായാണ് BJP സ്വതന്ത്ര അംഗത്തെ പിന്തുണച്ചതെന്ന് മേഖലാ പ്രസിഡന്റ് A. നാഗേഷ് പറഞ്ഞു. TCVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് BJP ഒരു ഉപാധിയും വെച്ചിട്ടില്ല. BJP-യിൽ ചേരാൻ ഒരാളോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും നാഗേഷ് പറഞ്ഞു. കഴിഞ്ഞ 25 വർഷക്കാലമായി മറ്റത്തൂരിൽ നടക്കുന്ന LDF-ന്റെ ദുർഭരണത്തിനെതിരായി ഭാരതീയ ജനതാ പാർട്ടി സ്വതന്ത്ര അംഗത്തെ പിന്തുണയ്ക്കാൻ തയ്യാറായ സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മുഴുവൻ മെമ്പർമാർ രാജിവെക്കുകയും അതുപോലെ തന്നെ അവർ സ്വതന്ത്ര മത്സരരംഗത്ത് പിന്തുണയ്ക്കുകയും ചെയ്ത സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി കോൺഗ്രസിനും LDF-നും എതിരായിക്കൊണ്ടാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. UDF-ന്റെ സ്ഥാനാർത്ഥി പ്രസിഡന്റ് സ്ഥാനാർത്ഥി LDF-കാരൻ കച്ചവടം ചെയ്യുന്ന സ്ഥിതിയാണ് മറ്റത്തൂരിൽ ഉണ്ടായിട്ടുള്ളത്. ആ ഔസേപ്പിനെ LDF കോൺഗ്രസ്സുകാരനെ സ്ഥാനാർത്ഥിയാക്കി. ഈ സമയത്ത് BJP പിന്തുണച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത് ഇവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് കൃത്യമായ നിലപാട് കോൺഗ്രസ് എടുത്തു. എന്തായാലും BJP സ്വതന്ത്ര അംഗത്തെയാണ് പിന്താങ്ങിയിട്ടുള്ളത്. എന്തായാലും കേരളത്തിൽ UDF-ഉം LDF-ഉമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ ഭരണത്തിലേറ്റാതിരിക്കാൻ പരസ്പരം കൈകോർത്തിട്ടുള്ളത്. മറ്റത്തൂരിനെ സംബന്ധിച്ച് ഞങ്ങളൊരു ഉപാധികൾ വച്ചിട്ടില്ല, ഒരു സ്ഥാനമാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാനും ഒരാളോട് പോലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റത്തൂരിൽ BJP പിന്തുണയോടെ സ്ഥാനങ്ങൾ നേടിയവർ രാജിവെക്കണമായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. പാർട്ടി തീരുമാനം ലംഘിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ പരിഹസിക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമില്ലെന്നും OJ ജനീഷ് തൃശൂരിൽ പറഞ്ഞു. അല്ല, മറ്റത്തൂരിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു. അവിടെ നിന്ന നിൽപ്പിൽ BJP ആകാൻ സാധിക്കുന്നു. അത് അദ്ദേഹം കൊണ്ട് ആഘോഷിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ ആരെങ്കിലുമൊക്കെ BJP ആകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുകയാണ്. അവിടെ കോൺഗ്രസ്സുകാരും BJP-യിലേക്ക് പോയതായിട്ടുള്ളതല്ല. അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടുള്ള ഒരാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. അയാൾ നിർദ്ദേശിക്കപ്പെടുന്ന ആൾ തന്നെ CPM-ൻ്റെ കൂടെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മറ്റൊരാളെ രണ്ടാമത് വന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഈ 8 പേരും കൂടി നിർദ്ദേശിച്ചത്. ആ വ്യക്തിക്കാണ് BJP ഇങ്ങോട്ടാണ് വോട്ട് ചെയ്തത്. BJP-ക്ക് ഒരു വോട്ട് പോലും കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തിട്ടില്ല. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായും BJP ഇങ്ങോട്ടാണ് വോട്ട് ചെയ്തത്. അവിടെ പക്ഷേ കോൺഗ്രസിൻ്റെ അംഗങ്ങളും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുത്ത DCC ഭാരവാഹികളും മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ ഉയർന്ന് പ്രവർത്തിക്കണമായിരുന്നു, ഉയർന്ന് ചിന്തിക്കണമായിരുന്നു. KPCC-യുടെ സർക്കുലർ വളരെ കൃത്യമായി തന്നെയുണ്ട്. ഇത്തരത്തിൽ ആരെങ്കിലും BJP-യുടെയോ SDP-യുടെയോ അതല്ല CPM-ൻ്റെയോ പിന്തുണ ഉണ്ടായാൽ അത് രാജിവെക്കണം എന്ന് തന്നെ വളരെ കൃത്യമായി തന്നെ KPCC-യുടെ സർക്കുലർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സർക്കുലറെ പാലിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. അത് പാലിക്കപ്പെടാതെ പോയതുകൊണ്ടാണ് അവിടെ നടപടിയെടുത്തത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്. ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി. സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. തൃശൂർ പാട്ടരാക്കലിൽ മിനി ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രിക മരിച്ചു. അന്നമനട സ്വദേശി ആട്ടോക്കാരൻ വീട്ടിൽ 70 വയസ്സുള്ള മേരിയാണ് മരിച്ചത്. കോലടി പള്ളത്തിലൈനിൽ താമസിക്കുന്ന മകൻ ആന്റണിയുടെ ഭാര്യ ചിഞ്ചു, മക്കളായ ഏഞ്ചലീന, ഇവാനിയ, നിവിയ, ചിഞ്ചുവിന്റെ പിതാവ് വിൽസൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
മാളവടമയിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. പള്ളിപ്പുറം സ്വദേശി കളത്തിൽ വീട്ടിൽ തോമസ് ആണ് മരിച്ചത്. ചാലക്കുടി കോട്ടാറ്റ് ഭാഗത്ത് നിന്ന് മാള ഭാഗത്തേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാഹനം വടമ സ്കൂളിന് സമീപമെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ചു. തുടർന്ന് വാഹനം മറഞ്ഞ നിലയിൽ റോഡിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ തന്നെ KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുതി വിച്ഛേദിച്ചു. ഈ സമയത്ത് മാള ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ബൈക്ക് യാത്രക്കാരൻ മറിഞ്ഞുകിടന്ന പിക്കപ്പ് വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ KSEB ജീവനക്കാർ തങ്ങളുടെ വാഹനത്തിൽ ഉടൻ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത എടമുട്ടം പാലപ്പെട്ടിയിൽ പെട്ടിയോട്ടോയും ലോറിയും കൂട്ടിയിടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു. പാലപ്പെട്ടി സ്വദേശി കറുകപ്പറമ്പിൽ 58 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. ഇദ്ദേഹം ഓടിച്ചിരുന്ന പെട്ടിയോട്ടോ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സന്തോഷിനെ ആദ്യം കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂട്ടുകാരുമൊത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. ചെറുതുരുത്തി ഇരട്ടക്കുളം കല്ലേമുന്നത്ത് വീട്ടിൽ 52 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള പുഴക്കടവിൽ കുളിക്കാനിറങ്ങിയ ഇദ്ദേഹം ഒഴുക്കിൽപ്പെടുകയായിരുന്നു. 3 മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് ഒരു യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചിരുന്നു. ക്രിസ്മസ് അവധിക്കാലമായതോടെ സഞ്ചാരികളുടെ തിരക്കേറിയ സ്നേഹതീരം ബീച്ചിൽ തീരദേശ പോലീസിന്റെ സേവനമോ ആവശ്യത്തിനുള്ള ലൈഫ് ഗാർഡിന്റെ സേവനമോ ഇല്ലെന്ന് ആക്ഷേപം. സ്നേഹതീരം ബീച്ച് പാർക്ക് കൂടി തുറന്നതോടെ 10,000-ൽ പരം ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത്. ഇത്രയും വിനോദസഞ്ചാരികളെ തീരത്ത് നിയന്ത്രിക്കാൻ ആകെയുള്ളത് ടൂറിസം വകുപ്പിന്റെ 4 ലൈഫ് ഗാർഡുകൾ മാത്രമാണ്. അഴീക്കോട് കോസ്റ്റൽ സ്റ്റേഷൻ പരിധിയിലുള്ള ഇവിടേക്ക് വാടാനപ്പള്ളി, വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാറുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ പതിവില്ലെന്നാണ് ആക്ഷേപം. കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവൽ, മുനയ്ക്കക്കടവ് ബീച്ച് ഫെസ്റ്റ് തുടങ്ങിയവയുടെ ഡ്യൂട്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാതിരുന്നതിന് കാരണമായി പറയുന്നത്. തീരദേശ പോലീസുമായി പലതവണ ബന്ധപ്പെട്ടിട്ടും പോലീസ് ഉദ്യോഗസ്ഥരെ സേവനത്തിന് ലഭിക്കുന്നില്ലെന്നും വാടാനപ്പള്ളി, വലപ്പാട് സ്റ്റേഷനുകളിൽ ബന്ധപ്പെടുമ്പോൾ തീരദേശ പോലീസിനാണ് ചുമതല എന്ന് പറഞ്ഞൊഴിയുകയാണെന്നും സ്നേഹതീരം ഡെസ്റ്റിനേഷൻ സൂപ്പർവൈസർ അസർ മജീദ് പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിൽ വൻ ബ്രൗൺ ഷുഗർ വേട്ട, 2 പേർ പിടിയിൽ. പുതുവത്സരാഘോഷത്തിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിലാണ് 11 ഗ്രാം ബ്രൗൺ ഷുഗറുമായി 2 പേരെ എക്സൈസ് സംഘം പിടികൂടിയത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ മാഫിജുദ്ദീൻ, ഇസാസുൽ ഇസ്ലാം എന്നിവരാണ് കുട്ടനല്ലൂരിൽ വെച്ച് എക്സൈസ് സംഘത്തിന്റെ വലയിലായത്. ആസാം സ്വദേശികളായ ഇവർ നിർമ്മാണ തൊഴിലാളികൾക്കും ഡ്രൈവർമാർക്കും മയക്കുമരുന്ന് വിൽക്കുന്നുവെന്ന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ VJ റോയിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മിസ്റ്റർ തൃശൂർ ചാമ്പ്യൻഷിപ്പ് വിജയിയായ 28-കാരനെ കുന്നംകുളത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശങ്കരപുരം അമ്പലത്തിന് സമീപം താമസിക്കുന്ന കൊട്ടേക്കാട്ട് വീട്ടിൽ അനിരുദ്ധാണ് മരിച്ചത്. രാത്രി ഉറങ്ങാൻ കിടന്ന അനിരുദ്ധിനെ രാവിലെ വിളിച്ചപ്പോൾ എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 141-ാം ജന്മദിനം തൃശൂർ DCCയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പതാക ഉയർത്തി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, PA മാധവൻ, MP വിൻസെന്റ്, O. അബ്ദുറഹ്മാൻ കുട്ടി, KH ഉസ്മാൻ ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ മധ്യവയസ്കന് കടന്നൽ കുത്തേറ്റു. ഇരിങ്ങപ്പുറം പറങ്ങനാട്ട് വീട്ടിൽ സുരേഷിനാണ് കുത്തേറ്റത്. രാവിലെ 8 മണിയോടെ മണിഗ്രാം അമ്പലത്തിന് സമീപത്തായിരുന്നു സംഭവം. റോഡരികിലൂടെ നടന്നുപോവുകയായിരുന്ന സുരേഷിനെ കടന്നൽക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇയാളെ ആക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീനാരായണപുരം പത്താഴക്കാട് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ CPI പ്രാദേശിക നേതാവിനെ ആക്രമിക്കുകയും വാഹനമടിച്ച് തകർക്കുകയും ചെയ്തു. CPI ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറിയും AIYF മേഖലാ പ്രസിഡന്റുമായ പത്താഴക്കാട് സ്വദേശി കളപ്പുരയ്ക്കൽ സബീറിനെയാണ് ആക്രമിച്ചത്. സബീറിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനവും അടിച്ചു തകർത്തു. ക്രിസ്മസ് രാത്രിയിൽ കരോൾ സംഘമെന്ന വ്യാജേന ഒരു സംഘം വീട്ടിലെത്തി വാഹനത്തിന്റെ ചില്ല് തകർത്തതായി സബീർ പറഞ്ഞു. വെള്ളിയാഴ്ച സൈഫുദ്ദീൻ എന്നയാൾ വീട്ടിലെത്തി ആക്രമിച്ചതായും സബീർ പറഞ്ഞു. പരിക്കേറ്റ സബീർ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.
ചാലക്കുടിയിൽ സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് KSRTC സൂപ്പർഫാസ്റ്റ് ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ച 3 പേർ അറസ്റ്റിലായി. തുറവൂർ കിടങ്ങൂർ കവരപ്പറമ്പിൽ എബിൻ, അങ്കമാലി പീച്ചാനിക്കാട് പറമ്പി വീട്ടിൽ ഷിൻഡോ വർഗീസ്, കറുകുറ്റി കരയാമ്പറമ്പ് പുളിയനം വീട്ടിൽ ബെൽജോ എന്നിവരെയാണ് അങ്കമാലിയിൽ നിന്ന് ചാലക്കുടി പോലീസ് പിടികൂടിയത്. KSRTC ഡ്രൈവർ തൊടുപുഴ തൊട്ടിപ്പറമ്പിൽ അബ്ദുൾ ഷുക്കൂറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. കൊടകര പഞ്ചായത്തിന്റെ ഭരണം തിരിച്ചുപിടിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDFന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ, കോൺഗ്രസ് നേതാക്കളായ VM ആന്റണി, MK ഷൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൊക്കനയിൽ കാട്ടാന ഇറങ്ങി വാഴ നശിപ്പിച്ചു. ഹാരിസൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പാടികൾക്ക് സമീപത്താണ് കാട്ടാന കൃഷി നശിപ്പിച്ചത്. രാത്രി 3 മണിയോടെ വട്ടോലി മുഹമ്മദ് അലിയും കുടുംബവും താമസിക്കുന്ന പാടിക്ക് മുന്നിലാണ് ഒറ്റയാനെത്തിയത്. പതിവായി കാട്ടാന ശല്യം അനുഭവപ്പെടുന്ന പ്രദേശമാണിത്. തൊട്ടടുത്തുള്ള നായാട്ടുകുണ്ട് പ്രദേശത്തും വീടുകൾക്കരികെ കാട്ടാനയെത്തുന്നുണ്ട്. ചവക്കാട് തിരുവത്ര ജീലാനി നഗറിൽ അജ്ഞാത ജീവി ആടിനെ കടിച്ചുകൊന്നു. ജീലാനി തേച്ചൻ വീട്ടിൽ ഖദീജയുടെ വീട്ടിലെ 2 ആടിനെയാണ് കടിച്ചുകൊന്നത്. ആടിന്റെ കരച്ചിൽ കേട്ട് വീട്ടുകാർ പുറത്തെത്തിയപ്പോഴാണ് ആടിനെ ചത്തനിലയിൽ കണ്ടെത്തിയത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മൃഗഡോക്ടർ ശർമിള, വാർഡ് കൌൺസിലർ റമീജ തുടങ്ങിയവർ സ്ഥലത്തെത്തി. 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന കഥകളി ആചാര്യൻ സദനം രാമൻകുട്ടി നായരെ തിച്ചൂർ ഗ്രാമം ആദരിച്ചു. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. സദനം കഥകളി അക്കാദമി സെക്രട്ടറി ഡോക്ടർ സദനം ഹരികുമാർ, ഡോക്ടർ അനിൽ പുത്തലത്ത്, കേണൽ നാരായണൻ നായർ, ഡോക്ടർ AK ടോണി, M രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. പുളിഞ്ചോട് സ്വദേശിയായ ഓട്ടോ യാത്രക്കാരിക്കും ബൈക്ക് യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ യാത്രക്കാരിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് യാത്രക്കാരുടെ പരിക്ക് സാരമുള്ളതല്ല. തിരുവമ്പാടി ഏകാദശി സംഗീതോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന പഞ്ചരത്ന കീർത്തനാലാപനം ദശമി ദിനമായ തിങ്കളാഴ്ച കാലത്ത് 9 മണിക്ക് നടക്കും. പഞ്ചരത്ന കീർത്തനാലാപനത്തിന് ശേഷം ഈ വർഷത്തെ സംഗീത തിലകം ബഹുമതി മങ്ങാട് KV പ്രമോദിന് സമ്മാനിക്കും. വൈകുന്നേരം 6:30 മുടികൊണ്ടാൻ രമേശിന്റെ വീണ കച്ചേരിയോടെ സംഗീതോത്സവത്തിന് സമാപനമാകും. പാർട്ട് ONO ഫിലിംസിന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവലിന്റെ സമാപനവും അഭിനയ പ്രതിഭാ പുരസ്കാരവും തൃശൂരിൽ നടന്നു. ബിന്നി MT ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന പരിപാടി മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഭാരത് PJ സ്മാരക അഭിനയ പ്രതിഭാ പുരസ്കാരം അഭിനയ ജീവിതത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയ നടൻ TG രവിക്ക് സമ്മാനിച്ചു. ഫെസ്റ്റിവൽ ചെയർമാൻ ഡോക്ടർ C രാവുണ്ണി അധ്യക്ഷത വഹിച്ചു. നടൻ ജയരാജ് വാര്യർ, സാഹിത്യകാരൻ CR ദാസ്, ബിന്നി MT ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോയ് പ്ലാശ്ശേരി, സെക്രട്ടറി സേവിയർ ചിറപ്പത്ത്, പ്രോഗ്രാം ജനറൽ കൺവീനർ ചാക്കോടി അന്തിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. സഹപാഠി സുഹൃത്തും
ഒക്കെ ആയിട്ടുള്ള ശ്രീജ ടീച്ചറുണ്ട്. കവിയും മാധ്യമപ്രവർത്തകനുമായ കെ രഘുനന്ദൻ രചന നിർവഹിച്ച് സർഗം മ്യൂസിക്കൽസ് പുറത്തിറക്കുന്ന ദേവഗണേശൻ എന്ന ഭക്തിഗാനത്തിന്റെ പ്രകാശനം നടന്നു. ചന്ദ്രാപ്പനി ശ്രീ തലാപുരം ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ പ്രവാസി വ്യവസായി വേണുഗോപാൽ മേനോൻ പ്രകാശനം നിർവഹിച്ചു. കവിയും ഗാനരചയിതാവുമായ എങ്ങടിയൂർ ചന്ദ്രശേഖരൻ ഏറ്റുവാങ്ങി. കവി കെ ദിനേശ് രാജ, തലാപുരം ക്ഷേത്രം പ്രസിഡന്റ് കെ ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് ഗുരുവായൂരിന്റെ 34 സേവന പദ്ധതികളുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ നിർവഹിച്ചു. പ്രസിഡന്റ് സന്തോഷ് ജാക്ക് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ കെ കെ ജ്യോതിരാജ്, പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് എന്നിവരെ ആദരിച്ചു. സെക്രട്ടറി ഒ ടി സൈമൺ, സോൺ ചെയർപേഴ്സൺ രാജേഷ് ജാക്ക്, കെ ബി ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയിലെ പുതിയ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണ സ്ഥലത്ത് മണ്ണ് പരിശോധന നടത്തി. ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് സമീപം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈമാറിയ സ്ഥലത്താണ് കോടതി സമുച്ചയം ഉയരുന്നത്. 5 നിലകളിലായി 68,000 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മാണം. സേവ്യർ ചിറ്റരപ്പള്ളി MLA, നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ചെന്നൈയിൽ നടന്ന സൗത്ത് ഇന്ത്യ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ കാർട്ടൂൺ, പോസ്റ്റർ മേക്കിംഗ് എന്നിവയിൽ 1ാം സ്ഥാനം നേടി തളിക്കുളം സ്വദേശി ഗോപിക നന്ദന. ക്രിയേറ്റീവ് കൊറിയോഗ്രാഫിയിൽ 2ാം സ്ഥാനവും ഗോപിക സ്വന്തമാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ ചിത്രപ്രതിഭയായും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തളിക്കുളം തമ്പാൻകടവ് അല്ലപ്പറമ്പിൽ രാജിയുടെയും ഗിരീഷിന്റെയും മകളാണ് ഗോപിക നന്ദന. ഇരിങ്ങാലക്കുട രൂപത മഹാജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ചാലക്കുടി, കുറ്റിക്കാട്, കൊടകര ഫൊറോനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ചാലക്കുടി ടൗണിൽ മെഗാ കരോൾ സംഘടിപ്പിച്ചു. 49 പള്ളികളിൽ നിന്ന് 100 കണക്കിന് വിശ്വാസികൾ മെഗാ കരോളിൽ പങ്കാളികളായി. ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫാദർ വർഗീസ് പാത്താടൻ, ഫാദർ ലിജോ പറമ്പത്ത്, ഫാദർ വിൽസൺ എലുവത്തിങ്കൽ, ഫാദർ ക്രിസ്റ്റി ചിറ്റാട്ടുകര, ജോഷി പുത്തിരിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ദൈവപുത്രൻ പിറക്കുമെന്ന് നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ചൊവ്വാഴ്ച നടക്കുമെന്ന് ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് അറിയിച്ചു. പുലർച്ചെ നിർമ്മാല്യം തൊഴുന്നതിനും മുക്കുടി സേവിക്കുന്നതിനുമായി 10,000 കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തും. തിരക്ക് നിയന്ത്രിക്കുന്നതിന് എല്ലാവിധ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയതായും ദേവസ്വം ഓഫീസർ അറിയിച്ചു. നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് നടന്ന ചെറുദേവർ എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. മേൽശാന്തി അച്യുത നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ്, ദേവസ്വം ഉദ്യോഗസ്ഥർ, ഉപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,945 രൂപ, പവന് 1,03,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ.
മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഉടലെടുത്തത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമെന്ന് കോൺഗ്രസ് പുറത്താക്കിയ പഞ്ചായത്ത് അംഗങ്ങൾ. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കില്ല. തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് നൽകിയില്ലെന്നും നേതൃത്വം ഇടപെട്ടാൽ കേൾക്കുമെന്നും അംഗങ്ങൾ. സംസ്ഥാന തലത്തിൽ ചർച്ചയായി മറ്റത്തൂർ പഞ്ചായത്തിലെ അട്ടിമറി. കൈപ്പത്തി ചിഹ്നം താമരയാക്കി മാറ്റാൻ കോൺഗ്രസിന് മനസാക്ഷി കുത്തില്ലെന്ന് മുഖ്യമന്ത്രി. കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയിലെന്ന് മുഖ്യമന്ത്രി. മറ്റത്തൂരിൽ ആരും BJP-യിൽ പോയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പോകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആഗ്രഹമെന്നും പ്രതിപക്ഷ നേതാവ്. തൃശൂർ പട്ടരാക്കലിൽ മിനി ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രിക മരിച്ചു. മാളവടമയിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. എടമുട്ടം പാലപ്പെട്ടിയിൽ പെട്ടിയോട്ടോയും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങി മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ സഞ്ചാരികളുടെ വൻ തിരക്ക്. തിരക്ക് നിയന്ത്രിക്കാൻ ആകെയുള്ളത് ടൂറിസം വകുപ്പിന്റെ 4 ലൈഫ് ഗാർഡുകൾ മാത്രം. തൃശൂരിൽ ബ്രൌൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേർ പിടി. പുതുവത്സരാഘോഷത്തിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.